സാറേ എന്താ പറയുന്നത് പൂരം കുറേ നേരമായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു ഞാൻ. പൂരം ആസ്വദിക്കാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു എന്താ പേര്? എൻ്റെ പേര് മുരളി. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇല്ല, ഡൽഹിയിലാണ്. പക്ഷേ പൂര സമയത്ത് വന്നു. ഇത് ഇവിടെ പാലപ്പുറം സ്വദേശിയാണ്. ഈ പൂരത്തിന് വരാറുണ്ടല്ലോ? പൂരത്തിന് പൂരം കണ്ടിട്ടുണ്ട്, പൂരം കാണുന്നത് ആസ്വദിക്കുകയാണ്. കാരണം ഈ ദേശക്കാർ ഒരുമിച്ച് ഒരേ മനസ്സോട് ആഘോഷിക്കുന്ന ഒരു പൂരമാണ്. മറ്റുള്ള പൂരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് പൂരം ദിവസം മാത്രമല്ല, ഇതിന് മുന്നേ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ ആഘോഷമാണ്. നിങ്ങളിവിടുത്തെ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പൂരത്തിൻ്റെ പെരുമ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ട് ആസ്വദിക്കണം എന്ന് ഞാൻ പറയും. ഇവിടെ എല്ലാവരും അത് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. ഡൽഹിയിലൊക്കെ നിൽക്കുമ്പോഴാവും നമുക്ക് ഈ പൂരത്തിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിൻ്റെയൊക്കെ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുക. ശരിക്കും ഈ പൂരത്തിനൊക്കെ വരിക, നമ്മുടെ നാട്ടിലെ പൂരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. സത്യം, ഇത് പൂരം ആസ്വദിക്കണം. നമ്മൾ പുറമേ ഉള്ളവർക്ക് ഇവിടെ വരുമ്പോഴാണ് ഇതിനെപ്പറ്റി. കാരണം നമ്മൾ ചിലപ്പോൾ ഈ പൂരം മാത്രമേ കണ്ടിട്ട് പോകുള്ളൂ, മറ്റുള്ള പൂരങ്ങൾ കാണാൻ നിൽക്കില്ല. കാരണം സമയം ഉണ്ടാവില്ല, ലീവ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പൂരം കാണാനായിട്ട് വരുമ്പോൾ ഈ പൂരത്തിൻ്റെ പ്രത്യേകത കൂടുതൽ മനസ്സിലാവും. അതുപോലെ ഇവിടെയുള്ളവർ, സ്ഥിരമുള്ളവർ എല്ലാ പൂരങ്ങളും കാണുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇതിൻ്റെ മഹാത്മ്യം അത്ര നന്നായിട്ട് അറിഞ്ഞൊന്നും വരില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇത് പ്രത്യേകതയുള്ള ഒരു പൂരം തന്നെയാണ്. എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നല്ല പൂരം തന്നെയാണ്. എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ അമ്പലം ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു അമ്പലം തന്നെയാണ്. ഞാൻ ഇവിടെ മാക്സിമം എല്ലാ വർഷവും പറ്റാവുന്ന കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്ന. എല്ലാ വർഷവും ഇവിടെ അളിയൻ്റെ വീടാണ്. ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ചടങ്ങുകൾ നമ്മളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതാണ്. വരാതിരിക്കാൻ പറ്റില്ല. അകത്തൊരു പൂരം തന്നെയാണ്, സംശയമില്ല. ഫാമിലി ഒക്കെ വന്നില്ല? ഫാമിലി വരെ തൊഴുത് നേരത്തെ വന്ന് തൊഴുതിട്ട് പോയി. അവർ കുറേ വന്നു. ഞങ്ങളിവിടെ കുറച്ച് നേരം കൂടെ നിന്ന് അവർക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർ പുറമെ എന്താ വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഗസ്റ്റുകളെല്ലാം വീട്ടിൽ വരുന്നുള്ളതാണ് ഈ പൂരം ദിവസം. അപ്പോൾ അവരെല്ലാവരും ഞങ്ങൾ വിളിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വരികയും ചെയ്യും. അപ്പോൾ അതൊരു പ്രത്യേകത, ഒരു ഗെറ്റ് ടുഗദറും കൂടെയാണ് ഈ സമയം. ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്? വിളിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ചിലർ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് ആൾക്കാരുണ്ട് ഇവിടെ. അവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരു ഈ പൂരം കാണുക എന്നുള്ളത് വലിയൊരു അനുഭവമായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും കാരണം അവർക്കൊന്നും ഇത് ഇത്തരത്തിലുള്ള അനുഭവം എവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പാലപ്പുറം, മലബാർ, ഇവിടെ ഈ വള്ളവനാട്ടിലുള്ള ഒരു ആഘോഷം തീർച്ചയായിട്ടും കാണേണ്ടതാണ്, ആസ്വദിക്കേണ്ടതാണ്. ഇത് എല്ലാവരോടും അതേ പറയുള്ളൂ. ഇത് എവിടെ നാട്ടിൽ നിന്ന് പുറത്തുള്ളവരാണ് ഇവിടെ വന്ന് ഇത് കണ്ട് ആസ്വദിക്കും, അത്രേ പറയാം. അപ്പോൾ എന്തായാലും പൂരം അടിച്ചു പൊളിക്കുക, സന്തോഷമാവട്ടെ. ഓക്കെ.